നേമത്ത് വിരിഞ്ഞു താമര, കഴക്കൂട്ടത്തും വിരിഞ്ഞു താമര, ഗൗതമൂരിലും വിരിഞ്ഞു താമര. കഷ്ടപ്പെട്ട് 104 സീറ്റ് സംഘടിപ്പിച്ച വി ഡി സതീശന്റെ ടീം ഇപ്പൊ ആരായി? ചർച്ചകളൊക്കെ ഇപ്പോ ഇതായിരിക്കും. 3 സീറ്റുകൾ ചരിത്രം പിറക്കുകയാണ് ബംഗാളിലും കേരളത്തിലും. അല്ല, കഴക്കൂട്ടത്ത് അയ്യപ്പൻ പണി കൊടുത്തതാണ്, ഒരു സംശയമില്ല. അത് മാത്രമല്ല, ഞാൻ ഈ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരുന്നത് കൊണ്ട് പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും കടുത്ത ശിക്ഷ ഏതാണെന്ന് അറിയാമോ? ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നുള്ളത്. പെട്ടെന്ന് ഒരു ഓളത്തിന് തുടക്കത്തിൽ രാവിലെ ഒരു ട്രെൻഡ് കൊടുത്തില്ല, അവസാന നിമിഷം വരെ, അവസാന ലാപ്പ് വരെ, അവസാന പോയിന്റ് വരെ ഇങ്ങനെ മോഹിച്ച് 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 കൊണ്ടുപോയിട്ട് ഇതാ നിന്റെ വിധി എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു കാര്യം പറയാനുണ്ട്. വളരെ നിർണായക ഒരു കാര്യം, അവിടെ മാരാർജി ഭവനിൽ ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ വീശുന്ന ആ കാവി പതാകയിലെ ചിത്രം ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാ അയ്യങ്കാളിയുടേതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന ചില മാറ്റമാണ്. അതായത് പിന്നോക്ക വിഭാഗങ്ങൾക്കൊപ്പമാകും BJP എന്ന കൃത്യമായ സന്ദേശമാണ് അയ്യങ്കാളിയുടെ ചിത്രം ഉയർത്തിയാണ് BJP പ്രവർത്തകർ അവിടെ, അതും കാവി പതാകയ്ക്ക് നടുവിൽ അയ്യങ്കാളിയുടെ ചിത്രം. അക്കൗണ്ട് പൂട്ടി, പക്ഷെ റീഓപ്പൺ ചെയ്തപ്പോൾ 1.5 കോടി 1.5 കോടി ഇട്ടിട്ടാണ് റീഓപ്പൺ ചെയ്തത്. ഇത് ഒന്ന് പൂട്ടിയത് 3 തുറക്കാനായിരുന്നു. ഗംഭീരം. ഇതില് ചരിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചരിത്രം. ഈ നിമിഷങ്ങൾ ചരിത്രം ആരചിച്ചിരിക്കുന്നു BJP. 3 മണ്ഡലങ്ങളിൽ മിന്നുന്ന വിജയം. ഒരു വർത്തമാനം കൂടി ഇതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. കൃഷ്ണരാജ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃഷ്ണരാജ് നമ്മുടെ ന്യൂസ് എഡിറ്ററാണ്, നമ്മുടെ സീനിയർ ആങ്കറാണ്. ഒരു അപകടത്തിൽപ്പെട്ട് വിശ്രമത്തിലാണ്. പക്ഷേ ഇവിടെ കുറെ പേർക്ക് പൈസ നഷ്ടപ്പെടാൻ പോകുന്നു. ബെറ്റ് തുക വേഗം അയക്കണേ എന്ന് പറഞ്ഞ് അശ്വതി കെ ബാദുക്കൽ 1000 രൂപ, KP സുരേഷ് കുമാർ ഡെസ്ക് 1000 രൂപ, ഐസൻ ജോസ് ജനൻ TV 10000 രൂപ ബെറ്റ് തുക അയച്ചു കൊടുക്കുക. വേറൊരു പോയിന്റ് കൂടിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന കഴക്കൂട്ടത്ത് ശബരിമല മാത്രമല്ല, വികസന മുരടിപ്പ് ഒരു വലിയ ചർച്ചയായിരുന്നു. കൃത്യമായി തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് മുരളിയേട്ടൻ ഒരു ബ്ലൂ പ്രിന്റ് തന്നെ ഉണ്ടാക്കിയിട്ടാണ് ജനങ്ങളെടുത്ത് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വി മുരളിയേട്ടൻ്റെ കൃത്യമായി തന്നെയുള്ള ഒരു പ്രചരണം, അത് അദ്ദേഹത്തെ കഴക്കൂട്ടൻ ജനത ചേർത്ത് പിടിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അക്ഷരാർത്ഥത്തിൽ ചരിത്രം പിറക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്നത് നരേന്ദ്രന്റെ ആ വരവ് തന്നെയാണ്. ഗൗതമേ, തന്നെയാണ് എക്സൈറ്റിംഗ്. മറ്റൊരു കാര്യം കൂടി ഗൗതം, അതായത് കൃത്യമായിട്ടൊരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച 2 പേർ. രാജീവ് ചന്ദ്രശേഖരന് സമയം കിട്ടിയില്ല, പക്ഷേ DB ഗോപകുമാറും വി മുരളീധരൻ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് അവർ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത് അല്ലേ? അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഈ 2 മണ്ഡലങ്ങളിലെയും വോട്ടർമാർ നൽകിയത് എന്നുള്ളത്. അതിലേട്ട ഒപ്പം ഈ 3 പേര് വിജയിച്ചല്ലോ, ഇനി നമ്മൾ വേറൊരു ലിസ്റ്റ് പെട്ടെന്ന് എടുക്കണം. രണ്ടാം സ്ഥാനത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ അടുത്ത 2031 അവരെല്ലാം കയറി വരും. ഈ ആഘോഷത്തിൽ അത് വിട്ടുപോയി. ഒരുപാട് ഇടങ്ങളിൽ 2ാം സ്ഥാനം അവരെല്ലാം വിജയിച്ചു വരും അടുത്ത തവണ. എനിക്കോട് വൈക്കം അടക്കമുണ്ടെന്ന് തോന്നുന്നു. വൈക്കത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട എടുക്കണം. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് BJP സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്ത് എത്തിയത്? രഞ്ജിത്തിലേക്ക്, രഞ്ജിത്ത് അമ്പാടി. കയറിയിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ CPM-ന്റെ കോട്ടകൊത്തളങ്ങളെ ഒന്നടങ്കം ഇളക്കി മറിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെതിരെ അതിഗംഭീരമായൊരു വിജയം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയപ്പോഴും ഇന്ന് ഈ ചർച്ച ആരംഭിച്ചപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞത്, ഞാൻ ആവർത്തി പറഞ്ഞൊരു കാര്യം, വി മുരളീധരൻ വിജയിച്ചിരിക്കും. അത് അവസാന നിമിഷമാണെങ്കിലും വി മുരളീധരൻ വിജയിച്ചിരിക്കും. സ്റ്റാലിൻ വളരെ ശക്തമായ വാർത്ത വരുന്നു. MK സ്റ്റാലിൻ പരാജയപ്പെട്ട വാർത്ത ഇന്ന് സന്തോഷ വർത്തമാനത്തിന്റെ ഒരു കുത്തൊഴുക്കാണ്. അങ്ങ് ബംഗാൾ മുതൽ ഇങ്ങ് കേരളം വരെ, ചാത്തന്നൂർ തുടങ്ങി ഡാർജിലിംഗ് വരെ. ഇതാ ഈ സനാതന പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ, ഇവിടെ പിണറായി വിജയന്റെ തോളോട് തോൾ ചേർത്ത് നിന്ന് രാഷ്ട്രത്തെ വിഭജിക്കാനുള്ള അജണ്ട രൂപപ്പെടുത്തിയ സ്റ്റാലിൻ തകർന്നു വീഴുന്നു. തുടർ ഭരണം ഉറപ്പിച്ച് അഹങ്കാരത്തോടു കൂടി അടുത്തു വരുന്ന ജനങ്ങളെ ആട്ടിപ്പായിച്ച് നീങ്ങിയ ജനനായകനെന്ന് സ്വയം അവകാശപ്പെട്ട മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ പരാജയപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ തമിഴകത്ത് നിന്ന് വരുന്നത്. അല്ല, ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന പരാജയം നോക്കൂ ഗൗതം. ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന പരാജയം ഒന്ന് കടകംപള്ളി, ഒന്ന് വാസവൻ, ഒന്നിത് ഇപ്പൊ പറഞ്ഞ പോലെ സനാതന ധർമ്മത്തിന് എതിരെ
പ്രവർത്തിച്ച അല്ലെ സനാതന ധർമ്മത്തെ അവഹേളിച്ച അപകീർത്തിപ്പെടുത്തിയ ഉന്മൂലനം അല്ല, അത് മാത്രമല്ല വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടപ്പോ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ആളാണ് ഈ സ്റ്റാലിൻ. സ്റ്റാലിൻ അടക്കം ഉള്ളവരെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. ഒരു കാര്യം കൂടി ചെയ്യണം, ഉദയനിധിയുടെ വിധി കൂടി ഒന്ന് അറിഞ്ഞു തരണം. അതെ, അതും കൂടി ഒന്ന് തോറ്റാൽ നമുക്ക് അച്ഛൻ തോറ്റോ കുറച്ചുകൂടി മകനും തോറ്റോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഉദയനിധി സ്റ്റാലിന്റെ നിലവിലുള്ള അവസ്ഥ എന്താണ് എന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നാഷണൽ തമിഴകത്തെ വിജയുടെ ഒരു തേരോട്ടം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഗൗതമേ. വിജയുടെ ഒരു തേരോട്ടം അത് അക്ഷരാർത്ഥത്തിൽ കേവലം ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ജോസഫ് വിജയ് തമിഴകത്ത് ഉണ്ടാക്കിയത്. അതിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തെ ഇനി എങ്ങനെയായിരിക്കും തമിഴകത്തിന്റെ അടുത്ത ഘട്ടം എങ്ങനെയാന്നുള്ളത് വളരെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാൻ വിജയ്ക്ക് ഒരു താല്പര്യമില്ല. അതിൽ ഒരു വ്യക്തതയുണ്ട് ജനവിധിയിൽ. നിലവിലുള്ള ഭരണം വേണ്ട എന്നുള്ള വളരെ വ്യക്തമായ വിധിയാണ്. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ പകരമാര് വരണം എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായെങ്കിലും ഈ ഭരണം തുടരണ്ട എന്നുള്ള വിധിയാണ് അവരെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത്. അത് മനസ്സിൽ വെച്ചായിരിക്കും രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ നീക്കം നടക്കുന്നത്. വളരെ കുറഞ്ഞ ലീഡാണ് വി മുരളീധരന് കഴക്കൂട്ടത്തെങ്കിൽ അതൊന്നും നോക്കണ്ട, ജയമാണ് ഏറ്റവും പ്രധാനം. ശ്യാം എന്താണ് പറഞ്ഞത്? ഒരു വോട്ടിനാണെങ്കിലും ജയമാണ് എന്നുള്ളത്. 100%. അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചാത്തന്നൂരും നേമവും കഴക്കൂട്ടവും ഇതാ കഴക്കൂട്ടത്തെ വി മുരളീധരന്റെ ലീഡ് ഒന്ന് പരിശോധിക്കുക. തമ്പാടിക്ക് ഈ വിജയത്തിൽ വലിയ പങ്കുണ്ട്. മറ്റ് ചാനലുകളിൽ വേറൊരു നമ്പറാണ് വരുന്നത്. അതുകൊണ്ട് അതൊന്ന് പരിശോധിക്കുക. കഴക്കൂട്ടത്ത് വി മുരളീധരൻ എത്ര വോട്ടിന് ജയിച്ചു എന്ന് അറിയേണ്ടിയിരിക്കുന്നു. വോട്ട് എത്ര എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഫോട്ടോ ഫിനിഷ് ആയിരുന്നു, പക്ഷേ എങ്കിലും എത്ര ലീഡിലാണ് കഴക്കൂട്ടത്ത് വി മുരളീധരൻ ജയിച്ചത് അറിയേണ്ടിയിരിക്കുന്നു. പിണറായി വിജയൻ ജയിച്ചു. പോട്ടെ, ജയിക്കട്ടെ, കുഴപ്പമില്ല. 19 വയസ്സ് കഴിഞ്ഞില്ലേ, 19,000 ചില്ലാനും വോട്ടുകളാണ്. അദ്ദേഹത്തിന് ചില ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ ശ്യാം? ഓക്കെ, യെസ്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം ആവേശം പകരുന്ന വിജയം. 3 മണ്ഡലങ്ങളിൽ താമര വിരിയിച്ചിരിക്കുന്നു. ചാത്തന്നൂർ, നേമം, കഴക്കൂട്ടം ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. LDF നിന്നാണ് പിടിച്ചെടുത്തത്. ഈ 3 മണ്ഡലം അതുകൂടി വളരെ പ്രധാനപ്പെട്ട. ഇടതുമുന്നണിക്കാണ് 3 സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 11 ഒന്നാമതെത്തിയതും ഇടതുപക്ഷത്തിന്റെ സീറ്റുകളാണ്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് BJPയെ കാണുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കടകംപള്ളിയുടെ പിന്തുണക്കാരും ഇടതുമുന്നണിയും ഒക്കെ കണക്ക് കൂട്ടിയിരുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആ മേഖലയിലൊക്കെ തിരിച്ചടി ഉണ്ടായെങ്കിലും കടകംപള്ളിയുടെ സ്വന്തം നാടായതുകൊണ്ട് അവിടെ ജയിക്കുമെന്നും നമ്മുടെ റിപ്പോർട്ടിങ്ങിനിടെ ഒരു പരാമർശം വന്നു, ഈ കടകംപള്ളി താമസിക്കുന്ന ഇടമാണ് കരിക്കുമെന്ന്. അപ്പോഴാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത് പിണറായി വിജയൻ ഇപ്പോൾ ജയിച്ചു, പക്ഷെ പിണറായി വിജയന്റെ സ്വന്തം പഞ്ചായത്തിൽ പിന്നിൽ പോയിരുന്നു. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ലീഡ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിടിക്കും ഇത്തവണ, ഗതി മാറുമെന്ന് നമ്മൾ ഉറപ്പിച്ചത് ഈ മേഖലയിലെ CPM കോട്ടകളിലേക്ക് കടന്നു ചെന്ന് BJP കൗൺസിലർമാർ വാർഡുകൾ ഒന്നൊന്നായി പിടിച്ചെടുത്തപ്പോഴാണ്. അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ ധാരാളം വോട്ടുകൾ അപ്പുറത്തേക്ക് മറിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണ UDF എത്ര വോട്ട് കിട്ടിയെന്ന് കൂടി പരിശോധിക്കണം കഴക്കൂട്ടത്ത്. ആകാശത്ത് കാവിപ്പതാകകൾ പാറി കളിക്കുകയാണ്. എന്ത് മനോഹരമാണ് ആ കാഴ്ച. മാരാർജി ഭവന്റെ മുകൾ ഭാഗത്താണിത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പതാകയ്ക്കൊപ്പം ഭഗവത് പതാകയും കാവി പതാക, ഹിന്ദുത്വ ദേശീയതയുടെ പ്രതീകമായ കാവി പതാകയും പ്രവർത്തകർ ഉയർത്തി വീശുകയാണ്. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി മാരാർജി ഭവന് മുമ്പിൽ കോർപ്പറേഷൻ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഔദ്യോഗിക വാഹനങ്ങൾക്ക് ഒപ്പം 3 MLA കാറുകൾ കൂടി വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു സംഭവമായിരിക്കും. വീണ ചേരുന്നു. വീണ, MS വീണ ഒരിക്കൽ കൂടി അദ്ദേഹം പുറത്തേക്ക് വരുന്ന കാഴ്ചയാണോ കാണുന്നത്? പഴയ ദൃശ്യമാണ്. വീണ അവിടെ ലൈവായി തുടരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. അവിടെ പോയി നോക്കുന്നു. വീണ പറഞ്ഞോളൂ, ഇത്രത്തോളം വലിയ ആവേശത്തിലാണ് മാരാർജി ഭവൻ. ഞങ്ങളൊക്കെ വലിയ ആവേശത്തിലാണ്. തികച്ചും ആവേശകരമായ ആനന്ദ നൃത്തമാടുന്ന പ്രവർത്തകരെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നിൽ പിഴച്ചാൽ 3 എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ ഒന്നിൽ പിഴച്ചപ്പോൾ 3 MLA സ്ഥാനങ്ങൾ, 3 MLA സീറ്റ് കിട്ടിയതിന്റെ ആഹ്ലാദ പ്രകടനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നേമം, കഴക്കൂട്ടം, അതുപോലെ തന്നെ ചാത്തന്നൂർ ആനന്ദ നൃത്തമാടുന്ന പ്രവർത്തകർ, അതുപോലെ തന്നെ
BJP തകർത്തുകൊണ്ടിരിക്കുകയല്ലേ? BJP ഇന്ന് 3-ൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഈ കേരളത്തിന്റെ മാറ്റം സുനിശ്ചിതമാണ്. കേരളത്തിന്റെ വികസനമാണ് ലക്ഷ്യം. അത് നേമത്തിൽ നിന്നും ചാത്തന്നൂരിൽ നിന്നും MT രമേശ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. MT രമേശിനെ അടക്കം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ പ്രവർത്തകർ എടുത്തുപൊക്കി ആനന്ദ നൃത്തമാടുകയാണ്. ആ BJPയുടെ വിജയം അത് വലിയ തരത്തിൽ ചരിത്ര നേട്ടമായി മാറുന്ന കാഴ്ച, ആഹ്ലാദ പ്രകടനങ്ങൾ, ആവേശങ്ങൾ, ആ ആനന്ദ നൃത്തം, അതുപോലെ ആ ആവേശ കാഴ്ച തന്നെയാണ് നമുക്ക് മാരാർജി ഭവനിലും കാണാൻ സാധിക്കുന്നത്. തികച്ചും ആഹ്ലാദത്തോടുകൂടി അവർ ഈ രാത്രി അവർ 96 ദിവസം കഷ്ടപ്പെട്ടതിന്റെ ആ ഫലം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ ലഭിച്ചിരിക്കുന്നത്. അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞവർക്ക് 1 അല്ല 3 അക്കൗണ്ടുകൾ തുറന്നുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. MT രമേശൻ നമ്മോടൊപ്പം ചേരുന്നത്. 1-ൽ പിഴച്ചാൽ 3, ഒരു അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞവർക്ക് 3 അക്കൗണ്ട് തുറന്നുകൊണ്ടുള്ള കനത്ത മറുപടി. ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ വലിയ വിജയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ വഴിയും CPM കോൺഗ്രസ് നടത്തിയിരുന്നു. ആ വഴികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് LDFും UDFും ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കോട്ടകളെയും ഭേദിച്ചുകൊണ്ടാണ് വലിയ വിജയമുണ്ടാക്കിയത്. അത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കുന്നതാണ്. കഴക്കൂട്ടം, ചാത്തന്നൂർ, അങ്ങനെ 3 മണ്ഡലങ്ങൾ. ആ 3 മണ്ഡലങ്ങളിലെ ചരിത്രമാർന്ന വിജയം. ഒരു അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞു. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഇടത് പറഞ്ഞു. പക്ഷേ ഭരണവിരുദ്ധ വികാരമുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയിലടക്കം ഇടതിന് അടിപതറി എന്നല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും കഴക്കൂട്ടത്ത് ഈ എല്ലാ കൊള്ളക്ക് നേതൃത്വം കൊടുത്ത കടകംപള്ളി സുരേന്ദ്രന്റെ പരാജയം ശബരിമല ക്ഷേത്രത്തെ തകർക്കാനുള്ള CPMന്റെ ശ്രമത്തിനേറ്റുള്ള തിരിച്ചടിയാണ്. നേമത്ത് വി ശിവൻകുട്ടി പരാജയപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നീക്കങ്ങളെയും അട്ടിമറിക്കാനുള്ള പരിശ്രമത്തിന്റെ തിരിച്ചടിയാണ്. അതുകൊണ്ട് ഒരു CPM വിരുദ്ധ വികാരമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിഫലിക്കുന്നത്. തീർച്ചയായും ഇടതുവിരുദ്ധ വികാരം അത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ അലയടിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രവർത്തകരൊക്കെ അത്യാഘാതത്തോടുകൂടി, ആവേശത്തോടുകൂടി ഈ ഒരു ആഘോഷത്തിൽ പങ്കിടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ കൈകൊട്ടിയിൽ നൃത്തം ചെയ്തും മുദ്രാവാക്യം വിളിച്ചുമൊക്കെ 3 MLA-മാരെ കിട്ടിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും ആഹ്ലാദം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ പ്രതീക്ഷിച്ചിരുന്ന വിജയം അത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഓരോ പ്രവർത്തകരടക്കം നമ്മൾ നോക്കുകയാണ്. സന്തോഷം, ഏറ്റവും കൂടുതൽ ആവേശം മുതിർന്ന നേതാക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നു. ആ സന്തോഷ പ്രകടനം തന്നെയാണ് നമുക്ക് കാണാം. തീർച്ചയായിട്ടും നമുക്ക് വളരെ വളരെ ആവേശമാണ്. കേരളത്തിലുള്ള മുഴുവൻ നേതാക്കളും നമ്മുടെ സംസ്ഥാന കാര്യത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJPയുടെ അക്കൗണ്ട് കേരളത്തിൽ തുറപ്പിക്കില്ല എന്ന് പറഞ്ഞ ഇരു മുന്നണികൾക്കും അടിയായി കൊടുത്തുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം കക്കാൻ കൂടെ നിന്നവരെ തോൽപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ തകർത്ത വിദ്യാഭ്യാസ മന്ത്രിയെ തോൽപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ BJP താമര വിരിച്ചിരിക്കുന്നു. 1-ന് പകരം ഇരട്ടത്താഴിട്ട് പൊട്ടിയ നിയമം ഉൾപ്പെടെ 1-ന് പകരം 3 മണ്ഡലങ്ങൾ തുറന്നുകൊണ്ട് BJP കേരളത്തിൽ കരുത്തു തെളിയിച്ചിരിക്കുന്നു. ഇത് ഈ 3-ൽ നിന്നും ഈ കേരളത്തിന്റെ ഭരണത്തിലേക്ക് എത്തുമെന്നുള്ളതിൽ നമുക്കൊരു തരത്തിലുമുള്ള അങ്കലാപ്പുമില്ല. കേരളത്തിൽ BJPയുടെ ഭരണമുണ്ടാകും. കേരളത്തിൽ താമര ഇനി വിരിയുക തന്നെ ചെയ്യും. കേരളത്തെ വികസിത കേരളമാക്കി മാറ്റാൻ ഞങ്ങൾ സജ്ജരാണ് എന്നുള്ള ഒരു സൂചനയാണ്, അതിന്റെ മുന്നോടിയാണ് ഇന്നത്തെ ഈ വിജയം. തീർച്ചയായും മാറാത്തത് മാറി എന്ന് തന്നെയാണ് പറയുന്നത്. 1 അല്ല 3 വിജയങ്ങൾ, ഒപ്പം തന്നെ വികസിത കേരളം എന്ന ലക്ഷ്യം അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. നമ്മൾ നോക്കുകയാണെങ്കിൽ മാരാർജി ഭവന്റെ മുഴുവനായി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ബാൻഡ് മേളം അടക്കം ഇവിടെ മുഴങ്ങുന്നുണ്ട്. പടക്കം പൊട്ടിച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് അവർ ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ്. ആ പ്രവർത്തകരുടെ സന്തോഷ പ്രകടനങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അല്പസമയങ്ങൾക്കും തന്നെ നിയുക്ത MLA രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ടേക്ക് എത്തും. 4:30 മാധ്യമങ്ങളെ കാണും. അദ്ദേഹം ഈ വിജയവുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ മാധ്യമങ്ങളുടെ അക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും. CPMന്റെ മാനം കാത്തതാ. ബിനീഷിനെ നമുക്കൊന്ന് പെട്ടെന്ന് കിട്ടണം. കഴക്കൂട്ടത്തെ കൃത്യമായ കണക്കുകൾ നമുക്കൊന്ന് വ്യക്തമായി തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുകൾ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ബംഗാൾ മറന്നിട്ടല്ല. ഒപ്പം ആസാമിൽ ഒരു ഗംഭീര വിജയമാണ് BJP ഈ ഭരണ തുടർച്ചയിലേക്ക് കടന്നത്. 3.0 കേരളത്തിൽ നടന്നില്ലെങ്കിലും അസാമിൽ നടന്നു. കേരളത്തിൽ 3.0 അല്ല 3G. അസമിൽ പക്ഷേ 3.0. അതെ.
എങ്ങും ആവേശ തിരമാലകൾ അല്ലേ? യെസ്, ചാത്തന്നൂരിലെ വിഷ്വലാണ് ശ്രീ പ്രദീപ് ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ ഓണയർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ അത്യുജ്വലമായ ഒരു മുന്നേറ്റം. 198 സീറ്റുകൾ 3-2 അല്ലേ ഗൗതം? 3-2 സീറ്റുകൾ നേടിയാണ് ബംഗാളിൽ ചരിത്രം പിറക്കാൻ പോകുന്നത്. ദേശീയതയുടെ തേരോട്ടം ബംഗാളിൽ കാണാൻ പോകുന്നത്. അസമിൽ 100 സീറ്റുകൾ. വമ്പൻ 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 മുന്നേറ്റം. സാധാരണ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഒച്ചപ്പാടായിരുന്നു. 100 സീറ്റ്. ഇത് 100 ആകെ ബോറടിച്ച് പണ്ടാറടക്കാണ്. കാര്യം വേറെ ഒരു താല്പര്യമില്ല അവിടെ. ആര് ജയിക്കുമെന്ന്, ആര് ഭരിക്കുമെന്ന്, ആര് മുഖ്യമന്ത്രി ആവുന്നുള്ള ഒന്നിനും ഒരു ഭയങ്കര വൺസൈഡായിരുന്നു. അപ്പൊ എന്നാ പിന്നെ പിടിച്ചോടെ സെഞ്ചുറി മാമ റോക്സ്, അക്ഷരാർത്ഥത്തിൽ മാമ റോക്സ്. അതുപോലെ പുതുച്ചേരി വളരെ സൈലന്റ് ആയിട്ട് അങ്ങ് ഭരണ തുടർച്ചയിലേക്ക് പോയി. പുതുച്ചേരിയും എൻ ഡി എ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതായി കേരളത്തിൽ 3 സീറ്റ്.